അതാണ് അങ്ങ് ഇന്ന് ലൂസ് ടാക്സി വരാനുണ്ടായ കാരണം, അങ്ങനെ ഒരു തോന്നൽ വന്നു. ഏതെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് വലിയ പെരുപ്പിച്ച് വാർത്ത കൊടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ മാധ്യമങ്ങളുടെ രീതി തരം താണു പോയി. അങ്ങനെ നമ്മുടെ ഒരു സമീപനത്തിനകത്ത് നമ്മൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായ ഒരു പദ്ധതി. പക്ഷേ ആ കാര്യങ്ങൾ നമുക്കൊരു ബൂസ്റ്റ് ചെയ്യണമെന്നില്ല, അവർ ജനപ്രതിനിധി ബൂസ്റ്റ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് ഈ നാട്ടിൽ ഇന്ന മാറ്റങ്ങളുണ്ടായി എന്ന് മാധ്യമങ്ങൾ പറയണമല്ലോ. പറയാതെ എന്താണ് മാധ്യമപ്രവർത്തനം എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്. പക്ഷെ അതിന് മറ്റ് ചില വസ്തുതകളുണ്ട്. കരമന കളയിക്കള ദേശീയപാതയാണ്. ഇപ്പോഴും വഴിമുക്കിന് ശേഷം കളയിക്കള വരുന്ന 17 കിലോമീറ്റർ ദേശീയപാതയുടെ അണ്ടറിലാണ്, അവരാണ് നിയന്ത്രണം. പക്ഷേ 30 മീറ്റർ വീതിയിൽ ഈ റോഡ് ചെയ്യുന്നതുകൊണ്ട് ദേശീയപാത അതോറിറ്റി ഒരു പൈസ തരുന്നില്ല. അപ്പോൾ ഈ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി കൗൺസിലറെ പോലെയാണ് ആൻസൽ അണ്ണൻ, നമ്മുടെ എല്ലാവരുടെയും അടുത്ത് എപ്പോഴും ഓടിയെത്തും എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തോന്നാറുണ്ടോ, ഞാനൊരു MLA ആയിട്ട് എന്നെ കൗൺസിലറായാണോ കാണുന്നത്? അല്ല, MLA ആയാലും കൗൺസിലർ ആയാലും അത്തരം പദവികൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഒരു അലങ്കാരമല്ല, അത് ചുമതലപ്പെടുത്തുന്ന ഒരു ഉത്തരവാദിത്വമാണ്.